ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ എടുക്കുന്ന പുതിയ ടോപ്പിക് എന്ന് പറയുന്നത് കണ്ടക്ട് ഡിസോർഡർ ഓർ CD. ഇറ്റ് ഇൻവോൾവ്സ് പെർസിസ്റ്റന്റ് പാറ്റേൺസ് ഓഫ് അഗ്രസീവ് ആൻഡ് ആന്റി സോഷ്യൽ ബിഹേവിയർ. ഇറ്റ് ക്യാൻ അഫക്ട് റിലേഷൻഷിപ്സ്, സ്കൂൾസ് ആൻഡ് ദ ലോ. നമുക്കറിയാം, ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങൾ പല കുട്ടികൾക്കും ഉണ്ടെന്നുള്ളത്. അതിലൊന്നാണ് കണ്ടക്ട് ഡിസോർഡർ നമ്മൾ പറയുന്നത്. അതൊരു ആന്റി സോഷ്യൽ ബിഹേവിയർ ആണ്. അഗ്രസീവ് ആയിട്ടായിരിക്കും കുട്ടികൾ പെരുമാറുക. ഇത് അവർക്ക് മറ്റുള്ളവരുമായുള്ള റിലേഷൻഷിപ്പിനെയും സ്കൂളിലും അക്കാഡമിക്കിലേക്ക് അവർക്ക് ലോ ഇൻട്രസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ലോസിനെയൊക്കെ അവരെന്ത് ചെയ്യും, മൈൻഡ് ചെയ്യില്ല. ഇതൊന്നും അവരെ ബാധിക്കുന്ന രീതിയിലേ ആയിരിക്കില്ല ഈ കുട്ടികൾ പെരുമാറുന്നത്. കൂടുതലും കള്ളത്തരങ്ങൾ പറയുക, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക, അതുപോലെ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ ഉൾപ്പെടുക, പേരൻസിനെയോ ടീച്ചേഴ്സിനെയോ എൽഡേഴ്സിനെയോ ഒന്നും ബഹുമാനിക്കാതിരിക്കുക, പിയർ ഗ്രൂപ്പുമായിട്ട് എപ്പോഴും അടിയുണ്ടാക്കുക. ഇത് പിന്നെ അവർ ചെയ്യുന്ന കുറ്റങ്ങൾ മറ്റുള്ള കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കുക. ചിലപ്പോൾ സിബ്ലിങ്സ് ആയിരിക്കും അതിൽ അവർ കുറ്റക്കാരാക്കുന്നത്. അവരെന്നിട്ട് മാന്യമായി മാറി നിൽക്കും. ഇങ്ങനെയുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ ഉള്ള ഒരു കുട്ടികളെ ഇതിനെയാണ് നമ്മൾ കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നത്. It is a repetitive and persistent behavior that violates societal norms or the rights of others. Othersന്റെ റൈറ്റ്സിനെയൊക്കെ ഇവർ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരെ റൈറ്റ്സിനെയൊന്നും ഇവർ മാനിക്കുന്നില്ല. ഇനി ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അഗ്രഷൻ ടുവേർഡ് പീപ്പിൾ ഓർ ആനിമൽസ്. ഇപ്പോൾ ആളുകളോട് മാത്രമായിരിക്കില്ല, ആനിമൽസിനോടും അവർ ഇങ്ങനെ തന്നെയായിരിക്കും. ഡിസ്ട്രക്ഷൻ ഓഫ് പ്രോപ്പർട്ടി, സാധനങ്ങളൊക്കെ നശിപ്പിക്കുക. പ്രോപ്പർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് മാത്രം ഇപ്പൊ അവരുടെ കയ്യിൽ കിട്ടും, ദേഷ്യം വരുമ്പോൾ കൈ കിട്ടുന്നതെല്ലാം നശിപ്പിക്കുക. പ്രത്യേകിച്ച് അവർക്ക് പകയൊളി ദേഷ്യമുള്ള ആളുകളുടെ സാധനങ്ങൾ നശിപ്പിക്കുക. ഡിസൈറ്റ്ഫുൾനെസ് ഓർ തെഫ്റ്റ്, കള്ളത്തരങ്ങൾ ചെയ്യുക, കക്കുക. സീരിയസ് വയലേഷൻസ് ഓഫ് റൂൾസിനൊന്നും അവര് കാര്യമാക്കുന്നേ ഇല്ല. എന്തൊക്കെയായിരിക്കും ഇതിന്റെ കോസസ് നമുക്ക് നോക്കാം. ജനറ്റിക്കൽ വരാവുന്നതാണ്, ബയോളജിക്കൽ ഫാക്ടേഴ്സ് കൊണ്ട് വരുന്നുണ്ട്, ഫാമിലി എൻവയോൺമെന്റ്. നല്ല ഒരു ഫാമിലി, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാമിലി അല്ല അവർക്കെങ്കിൽ ആ ഒരു എൻവയോൺമെന്റും കൊണ്ട് കുട്ടികൾ ഇതുപോലെ കണ്ടക്ട് ബിഹേവിയർ ഉള്ളവരാണുള്ള ചാൻസസ് ഉണ്ട്. ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ട്രോമയോ അതുപോലെ അബ്യൂസോ കൊണ്ടിട്ടും കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് മാറാനുള്ള ചാൻസസ് ഉണ്ട്. അസോസിയേഷൻ വിത്ത് ഡീവിയന്റ് പിയേഴ്സുമായിട്ടുള്ള കൂട്ടുകെട്ടിലൂടെയും അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള ഇങ്ങനെ കിട്ടുന്ന കണ്ടക്ട് ബിഹേവിയർ ഉള്ള കുട്ടികളുമായിട്ടുള്ള ഇടപെടലിലൂടെയൊക്കെ കുട്ടികൾക്ക് ഇതുപോലെ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായിരിക്കും ഇതിന്റെ ഡയഗ്നോസിസ്? ക്ലിനിക്കൽ ഇവാലുവേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ഒബ്സർവേഷൻ ബൈ പേരൻസ് ആൻഡ് ടീച്ചേഴ്സിന്റെയും പേരൻസിന്റെയും ഒബ്സർവേഷനിലൂടെ കണ്ടെത്താൻ പറ്റും. അസസ്മെന്റ് ഓഫ് ബിഹേവിയറൽ ഹിസ്റ്ററി, അവരൊരു ഹിസ്റ്ററി വെച്ചിട്ട്, അതായത് ചെറിയ പ്രായം തുടങ്ങിയിട്ട്, ഇപ്പൊ സ്കൂളിൽ പോകുന്ന കാലം തുടങ്ങിയിട്ടോ അതല്ലെങ്കിൽ കുട്ടിക്ക് ഒരു തിരിച്ചറിവാകുന്ന പ്രായം തുടങ്ങിയിട്ടോ കുട്ടിയൊന്ന് അസസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒരു ബിഹേവിയറൽ ഹിസ്റ്ററി എന്ന് വരെയുള്ള കുട്ടിയുടെ ഒരു ഹിസ്റ്ററി എടുത്താൽ എന്തൊക്കെയായിരിക്കും കുട്ടിക്ക് ഉണ്ടായിരിക്കുന്ന, അതായത് ഒരു 4 to 5 years വരേണ്ട കുട്ടിക്ക് ഉണ്ടാകേണ്ട പെരുമാറ്റങ്ങളൊന്നും അല്ല കുട്ടി കാണിക്കുന്നത് എങ്കിലും നമുക്ക് അതിലൂടെയും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചൈൽഡ് ഡെവലപ്മെന്റിൽ ഇത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് നോക്കാം. അക്കാഡമിക്കലി അവർക്ക് ഡിഫിക്കൽട്ടീസ് ആയിരിക്കും. സോഷ്യൽ ആൻഡ് ലീഗൽ പ്രോബ്ലംസ് അവരുണ്ടാക്കും. ഇമോഷണൽ ഡിസ്റെഗുലേഷൻ, റിസ്ക് ഓഫ് സബ്സ്റ്റൻസ് അബ്യൂസ്. ഇവർ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് മാനേജ്മെന്റ് എന്തൊക്കെയായിരിക്കും? ബിഹേവിയറൽ തെറാപ്പി ആൻഡ് ആങ്കർ മാനേജ്മെന്റ്, അതുപോലെ ഫാമിലി തെറാപ്പി കൊടുക്കാം. സോഷ്യൽ സ്കിൽസിന് വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കാം. ഇവരെ ആങ്കറൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂൾ ഇന്റർവെൻഷനിലൂടെയും കുട്ടികൾക്ക് നമുക്ക് അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ടീച്ചേഴ്സിന്റെയും പേരൻസിന്റെയും റോൾ എന്താണെന്ന് നോക്കാം. സെറ്റ് കൺസിസ്റ്റന്റ് റൂൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ്, മോണിറ്റർ പിയർ ഇൻഫ്ലുവൻസസ്, provide positive reinforcement for good behavior, collaborate with mental health professionals. ഏർലി ഇന്റർവെൻഷനിലൂടെയും സ്ട്രക്ചറൽ ഒരു സപ്പോർട്ടിലൂടെയും നമുക്ക് ഇവരെ ആന്റി സോഷ്യൽ ബിഹേവിയർ ഒക്കെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സോഷ്യൽ ഫങ്ഷൻസ് ഒക്കെ നല്ല രീതിയിൽ മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യിക്കാനൊക്കെ നമുക്ക് സാധിക്കും. പക്ഷെ നമ്മൾ എപ്പോഴും അതിന് വേണ്ടിയിട്ട് ഒത്തിരി ടൈം പേരൻസും ടീച്ചേഴ്സും ഒക്കെ അതിനെ അവരുടെ കൂടുതൽ പിയർ ഗ്രൂപ്പും
ഒക്കെ ഒരേപോലെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് വരുത്താനായിട്ട് സാധിക്കും. പക്ഷേ ഫുള്ളി നമുക്കിത് പെട്ടെന്ന് മാറ്റിയെടുക്കാം എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ സ്നേഹം കൊണ്ടും അവരോടുള്ള ഇടപഴകലുകൾ കൊണ്ടും ഒക്കെ നമുക്ക് കുറെ മാറ്റങ്ങൾ ഇവരുടെ ലൈഫിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും.